മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പിനു വേണ്ടി ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിൽ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി. ജാമ്യ ഉപാധികൾ നിർദ്ദേശിക്കാൻ കോടതി ഇഡിയോട് ആവശ്യപ്പെട്ടു. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, ഈ മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് ഈ ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി വാദം കേൾക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണല്ലോ. വിവരം എന്താണ്? ഈ മദ്യനയ അഴിമതി കേസിൽ ഇഡിയുടെ അറസ്റ്റിനെയും കസ്റ്റഡിയും ചോദ്യം ചെയ്തായിരുന്നു സുപ്രീം കോടതിയെ കെജ്രിവാൾ സമീപിക്കുന്നത്. എന്നാൽ അതിൽ ഇന്ന് ഈ ജസ്റ്റിസുമാരായിട്ടുള്ള ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാർ അറിയിച്ചത് അതിൽ വാദം കേൾക്കുന്നതിൽ കാലതാമസം നേരിടും. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് കെജ്രിവാളിനെ മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യം, അത് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്ന ആവശ്യം, അത് പരിഗണിക്കുന്നതിനായി ഇടക്കാല ജാമ്യാപേക്ഷ നൽകാം. അത് വേണമെങ്കിൽ ഇതിനു മുൻപായി പരിഗണിക്കാം എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഇഡിയോടുകൂടി ഇപ്പോൾ മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഇതിനുള്ള ഉപാധികൾ നിർദ്ദേശിക്കാൻ ഇഡിയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച ഈ ഹർജി പരിഗണിക്കും. എന്തായാലും അന്ന് ഒരു പക്ഷേ ഇടക്കാല ജാമ്യാപേക്ഷ അത് കെജ്രിവാൾ നൽകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. കാരണം സുപ്രീം കോടതി തന്നെ അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ച സ്ഥിതിക്ക് അത്തരം സാധ്യതകൾ കൂടി കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാറ്റി നിർത്തുന്നതിനാണ് ഈ ഒരു അറസ്റ്റ് ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടിയത്. ആ സമയത്ത് ജസ്റ്റിസ് ഖന്ന തന്നെ ചോദിച്ചു, ഏത് സമയത്താണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ്, അതിനു മുൻപായാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടായതെന്നും അഭിഷേക് സിംഗ്വി പറയുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.